ഈ കാലറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, പതുക്കെ 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 കുറച്ചിട്ടൊക്കെയാണ് 1300-ലേക്കും 800-ലേക്ക് വരിക. അപ്പോൾ പെട്ടെന്ന് തന്നെ കാലറി ഷൂട്ടപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറിന് ഭയങ്കര പ്രോബ്ലം ആയി പോകും. ആക്ടർ ജയസൂര്യ പറഞ്ഞ കാലറി ഡെഫിസിറ്റ് ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാലറി ഡെഫിസിറ്റ് ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്നവർ പെട്ടെന്ന് നോർമൽ ഡയറ്റ് പ്ലാനിലേക്ക് വരുമ്പോൾ പല ഹെൽത്ത് പ്രോബ്ലംസും ഉണ്ടാകും. അത് എങ്ങനെ പരിഹരിക്കാം? നമ്മൾ ഈ ഡയറ്റ് ചെയ്യുമ്പോൾ സാധാരണയായി നമ്മുടെ ഭക്ഷണത്തിന്റെ അളവ് കുറവായിരിക്കും. ഇത് നമ്മുടെ സ്റ്റൊമക്കിലെ ഡൈജസ്റ്റീവ് എൻസൈംസിന്റെ ഉൽപാദനം കുറയ്ക്കും. പെട്ടെന്ന് നമ്മൾ ഭക്ഷണം അധികമായി കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഓയിലി ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ് എല്ലാം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ദഹനത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ ബ്ലോട്ടിങ്, അസിഡിറ്റി, ഗ്യാസ്, വയറുവേദന എന്നിവ അനുഭവപ്പെടും. അതുപോലെ തന്നെ റാപ്പിഡ് ആയിട്ടുള്ള വെയിറ്റ് ഗെയിനിനും കാരണമാകും. നമ്മൾ ഈ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെറ്റബോളിസം സ്ലോ ആയിരിക്കും. പെട്ടെന്ന് നമ്മൾ കലോറി കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം ഉണ്ടാക്കും അതിനെ ഫാറ്റായിട്ടും ഗ്ലൈക്കോജനായിട്ടും സ്റ്റോർ ചെയ്തു. ഇത് നമ്മുടെ വെയിറ്റ് ഗെയിന് കാരണമാകും. നമ്മൾ കൂടുതലായിട്ട് പെട്ടെന്ന് സ്വീറ്റ്സ് ആയിട്ടുള്ള ഐറ്റംസ്, ബേക്കറി ഐറ്റംസ്, ചോറ്, ഷുഗറി ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഇതെല്ലാം കഴിക്കുമ്പോൾ നമ്മുടെ ബ്ലഡിൽ ഷുഗറിൻ്റെ സ്പൈക്ക് കൂടും. അത് പിന്നീട് കുറയുന്ന സമയത്ത് നമുക്ക് തലകറക്കം, ക്ഷീണം എന്നിവ അനുഭവപ്പെടും. അതുകൊണ്ട് നമ്മൾ ഡയറ്റ് അവസാനിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള അവസ്ഥകൾ ഒഴിവാക്കാൻ നമ്മൾ ചെയ്തത് ഇത്ര മാത്രം. നമ്മൾ ഈ ഡയറ്റ് അവസാനിപ്പിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ അളവ് പതുക്കെ മാത്രം കൂട്ടുക. അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡും ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡും കഴിക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. കുറച്ച് കാലത്തേക്കെങ്കിലും പ്രോസസ്ഡ് ഫുഡ് ഒഴിവാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾ ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട.